ഒരു പരീക്ഷയ്ക്ക് ഒരല്പം മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും വരുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. നമുക്ക് ഇനിയും വിജയിക്കാനായി, മാർക്ക് വാങ്ങാനായി ഒട്ടനേകം പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ തോൽവികളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോ ഒരു തോൽവി കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നുള്ള ഒരു ധാരണ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഒരു തോൽവിയെങ്കിലും എവിടെയെങ്കിലും അറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒന്ന് കൈ പൊക്കാവോ? ഓക്കെ, നീ എന്തിലാണ് തോറ്റത്? സ്പോർട്സിൽ തോറ്റു. നന്നായിട്ട് തോറ്റോ അതോ ഓടിയപ്പോഴേ തോറ്റു? എന്തിലാണ്? എന്ത് ഐറ്റം ആയിരുന്നു? ബാസ്കറ്റ് ബോൾ. പക്ഷെ അതൊരു ടീം ഇവന്റ് അല്ലേ? മറ്റേ യോധയിൽ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കളിച്ചാൽ തീരുന്ന സാധനമല്ലല്ലോ. നിന്റെ കാരണം ടീം മുഴുവൻ തോറ്റോ? അതോ ടീം തോറ്റപ്പോ നീ കൂടെ തോറ്റോ? കൂടെ തോറ്റു. ഓക്കെ, നിനക്ക് തോറ്റപ്പോ എന്താണ് തോന്നിയത്? അടുത്ത വട്ടം ജയിക്കണം തോന്നി. വിഷമം തോന്നിയോ തോറ്റപ്പോ? അപ്പൊ എന്നിട്ട് അടുത്ത വട്ടം ജയിച്ചോ? ജയിച്ചു. അപ്പോ തോൽവി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പൊ തോൽവി എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. നിങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കണം, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തോറ്റിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് ക്ലാസ്സിൽ ചെന്നിട്ട് ടീച്ചറിന്റെ അടുത്ത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമായിരിക്കണം, ടീച്ചർ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ടീച്ചർമാരെല്ലാവരും സത്യസന്ധമായ ഉത്തരങ്ങൾ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കണം. എല്ലാവരും തോൽവികൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങും. അത് ചെറുതാകാം, വലുതാകാം. ഇപ്പൊ ഇവൻ ഒരു ബാസ്കറ്റ് ബോൾ മത്സരത്തിലായിരിക്കും തോറ്റത്. ചില ആൾക്കാർ കുറച്ചും കൂടി വലിയ തോൽവികൾ ഏറ്റുവാങ്ങാം. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാകാം. ഈ തോൽവിയിൽ സംഭവിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് തയ്യാറാണ്. അപ്പൊ ഇവൻ ബാസ്കറ്റ് ബോളിൽ തോറ്റെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അവൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലേ? അപ്പോ അവന്റെ ടീമും ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചതാണെങ്കിൽ പിന്നീട് അവർക്ക് ജയിക്കാൻ സാധിച്ചത്. നിന്നെ പുറത്താക്കിയോ ടീമിൽ നിന്ന്? എന്നിട്ടാണോ അവർ ജയിച്ചത്? അല്ലല്ലോ. ഓക്കെ, ജയിച്ചപ്പോഴും നീ ടീമിൽ ഉണ്ടായിരുന്നില്ല, അല്ലേ? ഓക്കെ, അപ്പോ ആ തോൽവിയിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ പറ്റുന്നത് ഈ തോൽവി മനസ്സിലാക്കാൻ. കാരണം ഇവിടെ ഇപ്പോ 40-ഓളം പേരിരിക്കുന്നതിൽ ആകെ 2 പേര് മാത്രമേ ജീവിതത്തിൽ തോറ്റു എന്നുള്ള ഒരു ബോധം അവർക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തിലെങ്കിലുമൊക്കെ തോറ്റിട്ടുണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഗെയിമിലെങ്കിലും തോറ്റിട്ടുണ്ടാകും, ഇല്ലേ? അപ്പോ പക്ഷെ അവർക്കൊന്നും തോൽവി ഉൾക്കൊള്ളാൻ കൂടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ തോൽവികൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് വരുന്ന സന്തോഷത്തോടൊപ്പം തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിജയം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ തോറ്റിട്ടില്ല. പക്ഷെ അതിനുശേഷം ആദ്യമായി MBBS-ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചു. ആദ്യത്തെ നമ്മുടെ ഓണപരീക്ഷയൊക്കെ പോലെ ഇന്റേണൽസ് എക്സാം ഉണ്ട്. നമുക്ക് ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും ഇന്റേണൽസ് എക്സാം ഉണ്ട്. അപ്പോൾ ആ ഇന്റേണൽ എക്സാമിൽ ആദ്യമായിട്ട് ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. അപ്പൊ ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്ട് 50 മാർക്കിന് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത് 10 മാർക്കാണ്. എനിക്ക് എൻട്രൻസ് പരീക്ഷയിൽ 4ാം റാങ്ക് ആയിരുന്നു, കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ. അപ്പൊ ഞാൻ വലിയ സംഭവമൊക്കെ ആണെന്നും പറഞ്ഞുള്ള ധാരണയിലാണ് ഞാൻ കോളേജിലേക്ക് പോയത്. കോളേജിലേക്ക് പോയി അവിടെ നമ്മൾ ഇതുപോലത്തെ 100 പരീക്ഷകൾ കണ്ടതല്ലേ എന്നുള്ള ഓവർ കോൺഫിഡൻസോടൊക്കെ കൂടി കോളേജ് പഠിച്ചു. അപ്പൊ ഫസ്റ്റ് പരീക്ഷ വന്നപ്പോൾ 10 മാർക്ക്. 25 മാർക്ക് ഉണ്ടെങ്കിൽ ജയിക്കുള്ളൂ. അപ്പോ 10 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം ഈ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ അവർക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നതായിരിക്കും. അങ്ങനെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആകെ എല്ലാം 1, 1/2 ഇങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ തോൽവി. പക്ഷേ ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയി MBBS നന്നായിട്ട് പാസ്സായി. അതിനുശേഷം സിവിൽ സർവീസിലേക്ക് വരുമ്പോഴും ഞാൻ ആദ്യത്തെ തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞ ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്, ഒരു മെയിൻസ് എക്സാം ഉണ്ട്, ഒരു ഇന്റർവ്യൂ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോ എഗെയിൻ ഈ പറയുന്ന പോലെ നമ്മൾ അമിത ആത്മവിശ്വാസമൊക്കെ ആയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ചു. ആദ്യത്തെ തവണ പരീക്ഷ എഴുതി. പ്രിലിമിനറി പരീക്ഷയിൽ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ തോറ്റു. അപ്പൊ തോറ്റതിന് ശേഷം ഈ തോൽവി ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല. 1-1.5 ആഴ്ച വീട്ടിൽ കഥ കടച്ചിരുന്നു. അപ്പൊ എന്റെ വീട്ടുകാർക്കൊക്കെ പേടിയായിരുന്നു, ഇനി ഇവൻ വല്ല ആത്മഹത്യ എങ്ങനെ ചെയ്യുമോ ഇവൻ തോറ്റതിന് ശേഷം. അപ്പൊ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അമ്മ വന്നിങ്ങനെ ഡോർ തുറന്നു നോക്കും, ഇനി ഫാനിൽ എങ്ങനെ അവൻ കുരുക്കുന്നുണ്ടോ എന്നുള്ള സംശയമായിരിക്കും അമ്മയ്ക്ക്. അപ്പൊ അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട്
എന്ത് സംഭവിച്ചു? ഈ 1.5 ആഴ്ച ഒരു ഡിപ്രസീവ് ഫേസിലൂടെ കടന്നുപോയി. പിന്നീട് നമുക്ക് മനസ്സിലായി ഈ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചാൽ നമുക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും എന്നുള്ളത്. പിന്നീട് 2ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്തത്. അപ്പൊ എല്ലാ മനുഷ്യനും തോൽവി സംഭവിക്കും എന്നുള്ള ഒരു ബോധം നമുക്ക് തീർച്ചയായിട്ടും വേണം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും വേണം. അത് പറയാനുള്ള കാര്യം, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഇപ്പോ നിങ്ങളുടെ സ്കൂളിൽ ഒരുപക്ഷെ നിങ്ങൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പഠിച്ച സമയത്ത് സ്കൂളിൽ പോകുന്നു, ഇപ്പോഴും കഥ കേൾക്കാറില്ല, 10 കിലോമീറ്റർ നടന്നു, അല്ലെ, പുഴ നീന്തി കടന്നാണ് സ്കൂളിൽ പൊക്കോണ്ടിരുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ കഥ? ഇപ്പോഴത്തെ അച്ഛനമ്മമാര് പറയാറില്ല, പറയുന്നില്ലേ? അങ്ങോട്ട് രാവിലെ പത്രം ഇടാൻ പോകുമായിരുന്നു, അല്ലെ, പശുവിനെ കറന്ന് പാല് കൊണ്ട് കൊടുക്കാൻ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പഠിച്ച് പാസ്സായത്. നിനക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയാനുണ്ടോ? ഞങ്ങളെല്ലാം നിന്റെ മുന്നിൽ കൊണ്ടുവച്ച് തരുന്നില്ല, എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ എന്നുള്ള സ്ഥിരം അച്ഛന്റെ അമ്മയുടെയൊക്കെ കഥകൾ, അല്ലെ, ഹീറോയിക് കഥകൾ നമ്മൾ കേൾക്കാറുണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും അവര് പറയുന്നതിൽ കുറച്ച് തള്ളുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. നമ്മൾ പറയുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മാക്സിമം കഴിയാറുണ്ട്. അതിലൊരു പ്രശ്നം, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ നേരിടാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. ഈ റെക്കോർഡ്സ്, ക്രൈം റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന നാടെന്ന് പറയുന്നത് കേരളമാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഡൽഹി കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്. വലിയ സംസ്ഥാനം കേരളമാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 20 മുതൽ 35 വയസ്സ് വരെയുള്ള സമയത്താണ്. അതായത് 20 വയസ്സ് മുതൽ 35 വയസ്സിനിടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. ഇതിലും അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിലുള്ള ആത്മഹത്യയുടെ റേറ്റ് 150% വർധനവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 10 വയസ്സുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. അവൻ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. പക്ഷെ നമ്മളിത് വളരെ തമാശയായിട്ടോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കാതെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ചുറ്റും, നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഒരാഴ്ചത്തെ ന്യൂസ് പേപ്പർ നിങ്ങളൊന്ന് മറിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് 1-2 ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറിയ തോൽവികൾ പോലും, ചെറിയ നഷ്ടങ്ങൾ പോലും നേരിടാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അച്ഛനും അമ്മയും ടീച്ചേഴ്സും ആണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ തോൽവികൾ വരുമ്പോൾ, ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കരകയറാം എന്ന് കൂടി നമ്മുടെ കുട്ടികളെ പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കണം. മാർക്കുകൾ മാത്രമല്ല, അല്ലെങ്കിൽ കുറെ അറിവുകൾ, ഇൻഫർമേഷൻസ് മാത്രമല്ല നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്നുള്ളത് കൂടിയാണ്.